വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ബുക്കിൻ്റെ കളക്ഷൻസ് ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ആദ്യത്തെ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് വന്നിട്ട് ഞാൻ എന്താ പറയുക മേക്ക് ഓവർ ചെയ്തെടുത്ത ഒരു ബുക്കാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ബുക്കാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിലത്തെ കോലം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, അത്ര ക്യൂട്ടല്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിന് മേക്കിംഗ് വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മേക്ക് ഓവർ വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതാണ് ഈ ലൈറ്റ് ഗ്രീൻ ഉണ്ടല്ലോ, ഈ ലൈറ്റ് ഗ്രീൻ ആയിരുന്നു എൻ്റെ ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ ഇതിലേക്ക് മേക്ക് ഓവർ ചെയ്തെടുത്തതാണ്. ഇന്ന് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. മറ്റേ ബുക്ക് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുള്ള ഒരു ബുക്കാണ്. ഇതിലാണ് എൻ്റെ സ്കൂളിലത്തെ ടൈം ടേബിളും അതേപോലെ തന്നെ സ്കൂളിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് ഈ ഒരു ബുക്കിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ബുക്ക് വന്നിട്ട്. ഇത് നമ്മുടെ സെക്കൻഡ് ബുക്ക് കാണാം. ഇത് നമ്മൾ ആ പിക്ചറിൽ കണ്ടൊരു ഡാർക്ക് ബ്ലൂ ബുക്ക് ഉണ്ടല്ലോ, അതും എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ മേക്ക് ഓവർ ചെയ്തെടുത്ത ബുക്കാണ്. ഇത് രണ്ടും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാവരും പോയി കാണാം കേട്ടോ. ഞാനൊരു കാർഡ് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു കട്ടിയുള്ള കാർഡ് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ബുക്ക്. ഇത് അപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും. അപ്പം ഞാൻ മേക്ക് ഓവർ ചെയ്തെടുത്തതാണ് ഈ ഒരു സംഭവം ഒരു ജേണൽ തീമിലാക്കിയിട്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ മേക്ക് ഓവർ വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, പക്ഷെ മേക്കിംഗ് വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യണം. ഞാൻ എല്ലാ ബുക്കും ജേണൽ തീമിലാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. കാരണം എന്നല്ല, എനിക്ക് ജേണൽ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാത്തും ജേണൽ തീമിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ജേണൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഗൈസ്. ഇതെല്ലാ സപ്ലൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. സ്റ്റിക്കറും ആ ഗേളുടെ സ്റ്റിക്കറും എല്ലാ സ്റ്റിക്കറും ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതിന്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഗൈസ്. ഇനി ഞാൻ തേർഡ് ബുക്ക് എന്ന് പറഞ്ഞ് ഇതാണ്. ഇതെന്റെ ഫേവറേറ്റ് ബുക്കാണ്. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും. കാരണം വേറെ ഒന്നല്ല കേട്ടോ ഗൈസ്, ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അതേ ലുക്കിലാണ് ഇരിക്കുന്നത്, പക്ഷെ ഞാൻ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ബുക്കാണ് കേട്ടോ ഗൈസ്. ഇതിന്റെ പേജസ് വന്നിട്ട് ഡ്രോയിങ് ബുക്കിലാണ്. ഇത് കണ്ടതിന് ആരും പറയില്ല ഇത് ഉണ്ടാക്കിയതാണെന്ന്. ഇത് കറക്റ്റ് പുറത്തുനിന്ന് വാങ്ങിച്ച ആ ഒരു ലുക്കിലുള്ള ഒരു ബുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ബുക്ക് വന്നിട്ട്. ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ കാണാത്തവരാണെങ്കിൽ എല്ലാവരും പോയി കാണാം കേട്ടോ ഗൈസ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബുക്ക് വന്നിട്ട്. ഇനി നമ്മുടെ നാലാമത്തെ ബുക്ക് വന്നിട്ട് എന്താണെന്ന് നോക്കാട്ടോ ഗൈസ്. നാലാമത്തെ ബുക്ക് വന്നിട്ട് ഞാൻ കബിൽ ക്ലൗഡിന്റെ കോപ്പി അടിച്ചുണ്ടാക്കിയ ബുക്കാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. കാരണം എന്നല്ല, കബിൽ ക്ലൗഡിന്റെ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്തൊരു വർക്കാണ് ഈ ഒരു ബുക്ക് വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബുക്കും വന്നിട്ട്. കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ലുക്കാണ് ഈ ഒരു ബുക്കിനോട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ ബുക്ക് വന്നിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ബുക്കാണ്. ഇതിൻ്റെ ഉള്ള ഞാനൊന്നും എഴുതലും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ ബുക്ക് യൂസ് ചെയ്യുന്നത് ജേണൽ ബുക്ക് ആയിട്ടാണ്. കുറേ ജേണലും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ജേണൽ കാണിക്കുന്ന ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വേറൊരു ജേണൽ ബുക്ക് ഉണ്ട്, അത് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഇനി നമ്മുടെ അഞ്ചാമത്തെ ബുക്ക് നോക്കാം. ഇതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കാണ്. മൂന്നാമത്തെയും അഞ്ചാമത്തെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്ക്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ബുക്കാണ് കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് ഒരു പ്ലെയിൻ ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഈ ഒരു ബുക്ക്. 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എനിക്ക് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കവറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് മേക്ക് ഓവർ ചെയ്തൊരു ക്യൂട്ട് ജേണൽ ബുക്ക് പോലെ സെറ്റ് ചെയ്തെടുത്തതാണ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട്. എനിക്ക് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ജേണൽ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിലും ഡിസൈനും അതുപോലെ തന്നെ മേക്ക് ഓവർ കൊടുത്തത് ഞാനാണ് ഔട്ട് സൈഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ക്യൂട്ട് ബുക്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമന്റ് ചെയ്യാം. ഈ ബുക്കിന്റെ ഞാൻ മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. അപ്പൊ എല്ലാവരും പോയി കാണാട്ടോ ഗൈസ്. അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യാം. ഈ നമ്മളെ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വിൻറ്റേജ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ കാട്ടിത്തരാം. വിൻറ്റേജ് ആയിട്ട് ഞാൻ 2 ബുക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഡയറി പോലെ. അപ്പൊ ആദ്യത്തെ ബുക്ക് ഇതാണ്. ഇത് ഞാൻ പണ്ട് ഉണ്ടാക്കിയ ഒരു ബുക്കാണ്. ഇതിൽ എൻ്റെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ് കേട്ടോ ഗൈസ്. ഇതിന്റെ പേജസ് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ചായ കുടിക്കുമ്പോൾ ചായയിലേക്ക് ഇടുന്ന ചായപ്പൊടി ഉണ്ടല്ലോ, ആ ചായപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പേജസ് ഒക്കെ
ആ ചായപ്പൊടിയിൽ മുക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കളർ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഗൈസ്. ഈ ഒരു പേജസിനേക്കാൾ നല്ലൊരു ഓൾഡ് മണമാണ്, നല്ലൊരു ഓൾഡ് ലുക്കിൽ വരുന്ന ഒരു കിഡ്ലൻ വിൻറ്റേജ് ഡയറി എന്ന് തന്നെ പറയാം. ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഞാൻ ചെയ്തിട്ടുള്ള ടെക്സ്ചർ ആർട്ടാണ്. അത് വന്നിട്ട് നമ്മൾ പേജ് കീറിയിട്ട്, പഴയ ബുക്കിന്റെ പേജൊക്കെ കീറിയിട്ട് പശയും വെള്ളമൊക്കെ കുതിർത്തി എന്നിട്ട് അത് ഒട്ടിച്ച് അതിന്റെ മേലെ പെയിന്റ് അടിച്ചിട്ടാണ് അതിന്റെ ഫ്രണ്ട് ഭാഗം ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പണ്ട് എനിക്ക് അത്ര ക്രാഫ്റ്റിന്റെ ഭയങ്കര പ്രാന്തായിരുന്നു. അപ്പൊ അത്ര സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ വിൻറ്റേജ് ആയിട്ട് ചെയ്തെടുത്തൊരു ഡയറിയാണ്. ഇനി നമ്മുടെ സെക്കൻഡ് വിൻറ്റേജ് ഡയറി കാണാം. ഇത് എന്റെ ഫേവറേറ്റ് വൺ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇന്നാൾ ഉണ്ടാക്കിയ ബുക്കാണ്. അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ കാപ്പിപ്പൊടിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിന്റെ പേജസ് കാപ്പിപ്പൊടിയും വെള്ളത്തിലും മിക്സ് ചെയ്തതിന് ശേഷം അതിൽ മുക്കി വെച്ച പേജസ് ആണ് ഇത് വന്നിട്ട്. മറ്റേത് ചായപ്പൊടിയാണെങ്കിൽ ഇത് കാപ്പിപ്പൊടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ഇത് ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ അതിന്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടിയിലുള്ളൊരു സംഭവമാണ് ഇത്. അത് അതിന്റെ കവർ കീറി കളയുമ്പോൾ ഇതുപോലൊരു സംഭവം കിട്ടും. അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ടെക്സ്ചർ കിട്ടും. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും കേട്ടോ ഗൈസ്. ഞാൻ ഇതിപ്പോൾ എൻ്റെ കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വലിച്ച് കീറി എടുത്തതാണ്. ഫ്രണ്ടിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു ക്യൂട്ട് ആയിട്ടുള്ള എന്താ ഡയറിയുടെ, പണ്ടത്തെ ഡയറിയുടെ ഉള്ളിലിരുന്ന ഒരു ലീഫാണ്. അത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ മേലെ വാർണിഷ് അടിച്ചു കൊടുത്തിട്ടുണ്ട്, ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടി. വാർണിഷായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പശയാണ്, ഫെവിക്കോളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വാർണിഷ് ആയിട്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എന്റെ ബുക്ക് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ക്യൂട്ട് ഐറ്റംസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം വേഗം തന്നെ കമന്റ് ചെയ്യാം. വിൻറ്റേജ് ഐറ്റംസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്നും കൂടി ഒന്ന് വേഗം തന്നെ കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ ജേണലിന്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിലും കൂടി ഒന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു ബുക്കിന്റെയും കടൽ ക്ലൗഡിന്റെ ബുക്കിന്റെയും അതേപോലെ തന്നെ ഈ ഒരു ബ്ലൂ ബുക്കിന്റെയും മേക്കിംഗ് വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട്. എല്ലാവരും പോയി കാണാം. ഈ രണ്ട് ക്യൂട്ട് ആയിട്ടുള്ള ബുക്കിന്റെ വീഡിയോ മേക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഓവർ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിൻറ്റേജ് ബുക്കിന്റെ രണ്ടാമത്തെ ബുക്കിന്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.